മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പിടി ബാലതാരങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹരിമുരളി എന്ന പയ്യനും. രസികനിലെ അടിവാതിലും തുറന്ന് വരണുണ്ട് കടവാവല് എന്ന ദിലീപിന്റെ ഡയലോഗിൽ തുടങ്ങി ഉള്ളീന്ന് വരട്ടെ എന്ന് പറയാതെ ഉള്ളിലേക്ക് എന്തെങ്കിലും പോയോന്ന് മാമൻ ചോദിച്ചോ എന്നുള്ള മറുപടി വരെ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്ന് സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലം മാറിനിന്ന ഹരിമുരളി സിനിമയുടെ അണിയറ രംഗത്ത് തിളങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയിരുന്നത്. അതിനിടെ ഇതാ അപ്രതീക്ഷിതമായി ആരാധകരെ തേടിയെത്തിയത് ഹരിമുരളിയുടെ മരണവാർത്തയാണ്. തുടർന്ന് നടി സീമാജി നായർ ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ഹരിമുരളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നടിയുടെ ഉള്ളുനീറിയുള്ള കുറിപ്പ് ഇങ്ങനെയാണ്. പ്രശസ്ത നാടക സീരിയൽ നടൻ പയ്യന്നൂർ മുരളിച്ചേട്ടന്റെ മകൻ ഹരിമുരളി അന്തരിച്ചു. അപ്പൂസ് അവൻ എന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായി മിടുക്കനായ മോൻ. എന്തിനാണ് നീ ഇത് ചെയ്തത്? ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കുവാൻ മടിച്ചു. മുരളിച്ചേട്ടനെ വിളിച്ചപ്പോൾ സഹോദരിയാണ് ഫോൺ എടുത്തത്. സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. എന്തായിരുന്നെങ്കിലും പൊന്നുമോനെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എങ്ങനെ സഹിക്കും നിന്റെ അച്ഛനമ്മമാരും ബന്ധുക്കളും? എന്തോ മനസ്സ് പതറുന്നു. മിടുക്കനല്ലായിരുന്നോ എൻ്റെ അപ്പൂസേ നീ? നിന്നെയും അച്ഛനെയും അമ്മയെയും അറിയുന്ന എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ആർക്കും വിശ്വസിക്കാനാവുന്നില്ലല്ലോ അപ്പൂസേ എന്നാണ് സീമാജി നായർ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. 30 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. പയ്യന്നൂർ അന്നൂരിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ ഹരിമുരളിയെ കണ്ടെത്തിയത്. അഭിനയത്തിൽ സജീവമല്ലാതിരുന്ന താരം എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. AM നസീർ സംവിധാനം ചെയ്ത സീരിയലിലാണ് ചെറിയ വേഷം ചെയ്യുവാൻ ആദ്യമായി ഹരിമുരളി എത്തിയത്. ആ സമയത്ത് 4.5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. രസികനാണ് ആദ്യ സിനിമ. രസികന് ശേഷം അൻവർ സംവിധാനം ചെയ്ത അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം തുടങ്ങി ഉലകം ചുറ്റും വാലിഭൻ വരെ 10-15ഓളം സിനിമകളിൽ ബാലതാരമായി ഹരി അഭിനയിച്ചു. 40ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പഠിക്കാനും മറ്റുമായി അഭിനയ രംഗത്തു നിന്നും വിട്ടുനിന്ന ഹരി വർഷങ്ങൾക്ക് ശേഷമാണ് അമർ അക്ബർ ആന്റണി എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യുന്നത്. നടൻ ഗണപതി ഇവരുടെ ബന്ധുവാണ്. തുടർന്ന് സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ തന്നെയായിരുന്നു ഹരിയുടെ ആഗ്രഹം. എന്നാൽ അത് അഭിനയത്തിലല്ല, സിനിമയുടെ പിന്നണി രംഗത്തായിരുന്നു. അതിനുവേണ്ടിയാണ് ഉപരിപഠനമെല്ലാം നടത്തിയത്. തുടർന്ന് ആ രംഗത്തേക്ക് കടന്നു വരാനുള്ള ശ്രമങ്ങൾ നടത്തവെയാണ് അപ്രതീക്ഷിതമായി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.